നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SSCയുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ 2024ൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഏകദേശം 3712 വേക്കൻസീസ് ആണുള്ളത്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 ആണ്. ഇപ്പോൾ SSC സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായത് ഏപ്രിൽ 8, 2024 മുതൽ മെയ് 7, 2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ 1, ടയർ 2 എക്സാമിനേഷൻ ഉണ്ടാകുന്നതായിരിക്കും. ടയർ 1 എക്സാമിനേഷൻ ഏകദേശം ജൂൺ, ജൂലൈ 2024 ടൈമിലായിരിക്കും. ടയർ 2ൻ്റെ എക്സാമിനേഷൻ അവർ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പേ സ്കെയിൽ വരുന്ന LD ക്ലർക്കാണ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്നും പറയും, JSA. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പേ സ്കെയിലാണ് വരുന്നത്. പേ ലെവൽ 2 ആണ് വരിക. അതായത് 19,900 മുതൽ 63,200. 19,900 ബേസിക് പേ ആണ്. കൂടാതെ DA, HRA എല്ലാം കൂടി കൂട്ടി 30,000-ന് മുകളിൽ തന്നെ സാലറി കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. ഇത് കുറച്ചും കൂടി സാലറി കൂടുതലാണ്. പേ ലെവൽ 4 വരുന്നതാണ്. ഇതും ബേസിക് പേ 25,500 അത് ഏകദേശം 40,000 അടുത്ത് സാലറി കിട്ടുന്നതായിരിക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A എന്ന് പറഞ്ഞാൽ വേറൊരു പോസ്റ്റും വിളിക്കുന്നുണ്ട്. അതും ഏകദേശം 40,000 അടുത്ത് സാലറി വരുന്നതായിരിക്കും. വേക്കൻസീസ് വരുന്നത് 3712 വേക്കൻസീസാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഡിസേബിൾഡ് ആയ ആൾക്കാർ നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ലിമിറ്റ് പറയുന്നത് ഏജ് ലിമിറ്റാണ്. August 1, 2024 വെച്ചിട്ടാണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. August 2, 1997 August 1, 2006 ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ വയസ്സുള്ളവും, OBC ആണെങ്കിൽ നിങ്ങൾക്ക് OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വയസ്സുള്ളവും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ എക്സ് സർവീസ്മെനും അതുപോലെ തന്നെ ഡിഫൻസ് പേഴ്സണൽസും വിഡോസിനും ഒക്കെ അവരുടേതായ വയസ്സുള്ളവും ലഭിക്കുന്നത്. ഇതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് August 1, 2024 മുന്നേ നിങ്ങൾ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് Aക്ക് 12th സ്റ്റാൻഡേർഡ് പാസ് ഇൻ സയൻസ് സ്ട്രീമിലാവണം. ഇത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ആയിരിക്കണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A ഇൻ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ LD ക്ലർക്ക് JSA അല്ലെങ്കിൽ DO ഗ്രേഡ് A ബാക്കിയുള്ള മിനിസ്ട്രിയിലേക്ക് വരുന്ന പോസ്റ്റുകൾക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് 12th പാസ്സാണ്. +2 നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിനും ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അടുത്ത എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ കേരള, കർണാടക റീജിയനിലാണ് വരുന്നത്. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, എറണാകുളം. ഇത്രയും സെൻറ്ററുകളിൽ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ബാക്കി ഇന്ത്യയിലൊട്ടാകെ എക്സാമിനേഷൻ സെൻറ്റർ. ടയർ 1 എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും. ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും 50 മാർക്ക്. ടോട്ടൽ 60 മിനിറ്റിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. 200 മാർക്കിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. 100 ക്വസ്റ്റ്യൻ ആയിരിക്കും 60 മാർക്കിൻ്റെ ടെസ്റ്റ് ഉണ്ടാവുക. ടയർ 1 എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. 0.50 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ടയർ 2 എക്സാമിനേഷൻ വരുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റി, റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളേജ്, അതുകൂടാതെ തന്നെ സ്കിൽ ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് SSCയുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. SSCയുടെ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇതിന് മുൻപ് SSC രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഓൾറെഡി രജിസ്ട്രേഷൻ നമ്പർ ഉള്ളവർക്ക് നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക്